ഹായ്, എല്ലാവർക്കും കുടുംബശ്രീ ശാരദയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. സത്യഭാമ പറയുകയാണ്, പണം പിരിച്ചെടുക്കുന്നതിൽ ഇത്തിരി ഗുണ്ടായുസത്തിന്റെ ഏർപ്പാടൊക്കെ എനിക്കുണ്ട്. അതിൽ എന്റെ മോനാണ് അതിന്റെ നേതാവ്. അവനിപ്പോൾ ഇങ്ങോട്ട് വരും. അതിനുശേഷം അർജുനെ നോക്കി സത്യഭാമ പറയുകയാണ്, പറഞ്ഞു വരുമ്പോൾ ഞാനിവന്റെ ഒരു ബന്ധുക്കാരിയാണ്. നിങ്ങളിപ്പോൾ വിവാഹാലോചന നടത്തുന്ന അർജുൻ ശങ്കറിന്റെ ഔദ്യോഗിക ഭാര്യയായ പ്രീതിയുടെ അമ്മയാണ് ഈ ഞാൻ. അതേസമയം അകത്തേക്ക് വന്ന വിഷ്ണുവിനെ കണ്ട് സത്യഭാമ പറയുകയാണ്, നീ കറക്റ്റ് സമയത്ത് തന്നെ എത്തി, ടൈമിംഗ് സൂപ്പർ. വിഷ്ണു ഇരിക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കുകയാണ്. സത്യഭാമ വീണ്ടും പറയുകയാണ്, സോറി, ക്ഷണിക്കപ്പെടാതെ കയറി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. എങ്കിലും ഒരു മര്യാദയുടെ പേരിൽ ഞാൻ പറയുകയാണ്, മേലിൽ ഇവനുള്ള വിവാഹാലോചനയുമായി നിങ്ങൾ ഈ പടി കയറിയാൽ അന്ന് ഞാൻ വെട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും കാലുകൾ. സത്യഭാമ പറഞ്ഞാൽ അത് ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. അതിനുവേണ്ടിയാണ് വിഷ്ണുവിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. സത്യഭാമയുടെ സംസാരമൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് വസുമതി ചോദിക്കുകയാണ്, എന്ത് ധൈര്യമാടി നിനക്ക് എന്റെ വീട്ടിൽ വന്ന് എന്റെ ഗസ്റ്റുകളെയൊക്കെ ഭീഷണിപ്പെടുത്താൻ? ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് സത്യഭാമ പറയുകയാണ്, ഇത് ഭീഷണിയല്ല വസുമതി, നടക്കാൻ പോകുന്ന കാര്യം നേരിട്ടങ്ങ് പറഞ്ഞതാണ്. നാട്ടുകാരുടെ മൊത്തം തർക്കം തീർപ്പാക്കുന്നവളാണ് ഈ സത്യഭാമ. അപ്പോ പിന്നെ പ്രശ്നം സ്വന്തം മകൾക്കാണെങ്കിൽ സർവായുധങ്ങളും സംഭരിക്കും ഈ സത്യഭാമ. ചോരപ്പുഴ ഇവിടെ ഒഴുകുമെന്നർത്ഥം. വസുമതി പറയുകയാണ്, പുഴ ഒഴുക്കുന്നതൊക്കെ അവിടെ. നിങ്ങൾ പലിശയ്ക്ക് പണം കൊടുത്തിരിക്കുന്നവരുടെ അടുത്ത് മതി. ഇവിടെ അത് ചെലവാവില്ല സത്യഭാമേ. ഇവിടെ വസുമതി നിശ്ചയിക്കുന്നതേ നടക്കൂ. എന്തു വില കൊടുത്തും അർജുന്റെ ഈ ബന്ധം ഞാൻ നടത്തിയിരിക്കും. ഇവിടെ വെച്ച് വെല്ലുവിളിക്കുകയാണ് ഞാൻ. അന്നേരം അർജുൻ അമ്മയെന്ന് വിളിക്കുകയാണ്. സത്യഭാമ ചോദിക്കുകയാണ്, എന്റെ മകൾ ജീവിച്ചിരിക്കുമ്പോഴോ? പകൽ കിനാവ് കാണേണ്ട വസുമതി. നടക്കില്ല അത്. നടക്കും സത്യഭാമേ, നടന്നിരിക്കും ഇത്. ഒന്നിനും കൊള്ളാത്തവളെന്ന് ഒരു പെണ്ണിനെ പറ്റി തോന്നുമ്പോഴാണ് പുരുഷൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത്. കരഞ്ഞും കെഞ്ചിയും യാചിച്ചും പിന്നെ അവന്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഇനിയിപ്പോ അവളെ നിനക്കും വേണ്ടാന്നാണെങ്കിൽ കൊണ്ടുവന്ന് തള്ളേണ്ട സ്ഥലം ഇതല്ല. ഏതെങ്കിലും കിണറോ കായലോ അന്വേഷിക്കുക. അതുമല്ലെങ്കിൽ വല്ല റെയിൽവേ ട്രാക്കിലും കൊണ്ട് തള്ളിയാൽ മതി. അത് കേട്ട് ദേഷ്യപ്പെട്ട് സത്യഭാമ എന്തു പറഞ്ഞടി എന്നും പറഞ്ഞ് വസുമതിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. വസുമതി അർജുനും സത്യഭാമയെ വിഷ്ണുവും പിടിച്ചു മാറ്റുകയാണ്. സത്യഭാമ പറയുകയാണ്, എടാ, നമ്മുടെ പ്രീതിയെ പറ്റി അവള് പറഞ്ഞത് കേട്ടില്ലേ നീ? നമുക്ക് വഴിയുണ്ടാക്കാം, അമ്മ തൽക്കാലം ഒന്നടങ്ങ്. വീണ്ടും വസുമതി പറയുകയാണ്, ഇതുപോലെ കടിക്കുന്ന ഇനങ്ങളെ തുടലഴിച്ചു വിടാതെ വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിടടാ. അത് കേട്ട് ദേഷ്യപ്പെട്ട് വിഷ്ണു പറയുകയാണ്, അമ്മയെ ഞാൻ പിടിച്ചു നിർത്തിയത് നിങ്ങളെ പേടിച്ചിട്ടല്ല. അർജുനെ നിങ്ങൾ പ്രസവിച്ചു എന്നുള്ള ഒറ്റ കാരണത്തിലാണ്. പക്ഷേ ഇനി എന്റെ അമ്മയെയോ അനിയത്തിയോ പറ്റി ഈ നാവിൽ നിന്നും ഒരക്ഷരം വീണാൽ അതിന് ചുറ്റും ഇനി പല്ലുണ്ടാകില്ല. എന്റെ അമ്മയെ പറയുന്നത് കേട്ട് ദേഷ്യപ്പെട്ട് വിഷ്ണു എന്ന് അർജുൻ വിളിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, അതെ, വിഷ്ണു തന്നെ. ദേ, എന്റെ തൊഴിൽ എന്താണെന്ന് പറഞ്ഞു തരേണ്ടല്ലോ നിനക്ക്. ആ അമ്മയെ നമുക്ക് പോകാമെന്നും പറഞ്ഞ് സത്യഭാമയെ വിളിക്കുകയാണ് വിഷ്ണു. പോകാൻ നേരം സത്യഭാമ പറയുകയാണ്, നീ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും വക്കീലേ. കുറിച്ചു വച്ചോ, സത്യഭാമ പറയുന്ന വാക്കാണിത്. ആടാ എന്ന് വിളിച്ച് വിഷ്ണുവിനെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് സത്യഭാമ. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടിന് മുന്നിൽ കസേരയിൽ ഇരിക്കുന്ന രാജീവിനെയാണ്. അടുക്കളയിലേക്ക് വന്ന ശ്യാമ ശാരികയോട് പറയുകയാണ്, ദേ വല്യേച്ചി, രാജീവ് സാറ് വന്ന് വരാന്തയിൽ ഇരിക്കുന്നു. ശാരിക ചോദിക്കുകയാണ്, വരാന്തയിലോ? അതെന്തിന്? എനിക്കറിയില്ല, ചോദിച്ചപ്പോൾ ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് ചേച്ചി പോയി ചോദിക്കുക. ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ശാരിക. ഓടി വരാന്തയിലേക്ക് വന്ന ശാരിക ചോദിക്കുകയാണ്, എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഞാനൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എന്ത് കാര്യം? കണക്കിന്റെയോ മറ്റോ കാര്യമാണെങ്കിൽ ഹോട്ടലിൽ വെച്ച് മതി, വീട്ടിൽ വേണ്ട. ഇത് ഹോട്ടലിൽ വെച്ച് സംസാരിക്കേണ്ട വിഷയമല്ല ശാരികെ. കണക്ക് പറച്ചിലല്ല, കാര്യം പറച്ചിലാണ്. എന്ന് പറഞ്ഞാൽ എന്ന് ശാരിക ചോദിക്കുമ്പോൾ ശാരികയുടെ ഭാവമൊക്കെ കണ്ട് രാജീവ് ചോദിക്കുകയാണ്, അല്ല, ശാരിക എന്തിനാ അതിനിങ്ങനെ പേടിക്കുന്നത്? ഒരാള് വീട്ടിലേക്ക് വന്നാൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? അതെ, ഞാൻ കൊള്ളയ്ക്കും കവർച്ചയ്ക്കുമൊന്നും വന്നതല്ല. സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അന്നേരം ഹോട്ടലിൽ നിന്നും ശാന്തെ ക്യാഷ് ഒന്ന് നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ വീട്ടിലേക്ക് വരികയാണ്. അത് കണ്ട് ആകെ പരിഭ്രമിച്ച് ശാരിക പറയുകയാണ്, അയ്യോ, ദേ അമ്മ വരുന്നു, പെട്ടെന്ന് പോയിവിടന്ന്. എവിടെ പോകാൻ? അമ്മയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നത്. അമ്മയെ കണ്ട് സംസാരിച്ചിട്ടേ ഞാൻ പോകൂ. ശാരദാമ്മയെ കണ്ട് എഴുന്നേൽക്കുകയാണ് രാജീവ്. അല്ല സാറോ? സാറെന്താ ഇവിടെ? ആഹാരം കഴിക്കാൻ ഹോട്ടലിലല്ലേ വരേണ്ടത്? ശാരദാമ്മയോട് ഒരു കാര്യം സംസാരിക്കാനായിട്ട് വന്നതാണ്, കഴിക്കാനല്ല. എന്താ സാറേ എന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. ശാരദാമ്മ ഇങ്ങോട്ടിരിക്കണം, ഞാൻ പറയാം. അല്ല, ഞാൻ ഇവിടെ നിന്നോളാം, സാറ് പറയൂ. തിരിച്ചുകൊണ്ട് രാജീവ് പറയുകയാണ്, അതല്ല ശാരദാമ്മേ, ഇത് ഇരുന്ന് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്.
ഇങ്ങോട്ടിരിക്കണം പ്ലീസ് എന്ന് പറയുകയാണ് രാജീവ്. ആകെ പരിഭ്രമിച്ച് പേടിച്ചു നിൽക്കുകയാണ് ശാരിക. രാജീവിന്റെ വാക്ക് കേട്ട് ഇരിക്കുകയാണ് ശാരദാമ്മ. അന്നേരം ശ്യാമയും അവിടേക്ക് വരികയാണ്. ശാരദാമ്മ ചോദിക്കുകയാണ്, എന്താ സാറേ കാര്യം? ശാരദാമ്മയ്ക്ക് എന്നെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യം ഇല്ലല്ലോ. എന്റെ ജോലിയെ പറ്റിയും മറ്റുമൊക്കെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. എന്റെ സ്വഭാവത്തെയും കുടുംബത്തെയും പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ആത്മപ്രശംസ ആയി പോകും. അതൊക്കെ നിങ്ങൾ തന്നെ അന്വേഷിച്ചറിഞ്ഞാൽ മതി. ഒന്നും മനസ്സിലാകാതെ ശാരദാമ്മ പറയുകയാണ്, സാർ ഇതുവരെ കാര്യം പറഞ്ഞില്ല. ശരി, വളച്ചുകെട്ടില്ലാതെ കാര്യത്തിലേക്ക് വരാം. ശാരികയെ ഒന്ന് നോക്കിയിട്ട് രാജീവ് പറയുകയാണ്, ഈ നിൽക്കുന്ന ശാരദാമ്മയുടെ മൂത്ത മകൾ ശാരികയെ എനിക്കിഷ്ടമാണ്. വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. തൽക്കാലം ഞാനിവിടെ ഒറ്റത്തടിയാണ്. എനിക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റാരും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത്. ഇതൊക്കെ കേട്ട് ശാരികയെ നോക്കുകയാണ് ശാരദാമ്മ. തലകുനിച്ചു തന്നെ നിൽക്കുകയാണ് ശാരിക. ശ്യാമയും അവിടെയുണ്ട്. ശാരദാമ്മയിൽ നിന്നും അനുകൂലമായ ഒരു മറുപടി കിട്ടിയിട്ട് വേണം എനിക്ക് വീട്ടിൽ സംസാരിക്കാൻ. അവിടെ അമ്മയും പെങ്ങളും ഉണ്ട്. അവരെ വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. ശാരദാമ്മ പറയുകയാണ്, അല്ല സാറേ, പെട്ടെന്ന് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ. അന്നേരം പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് വരികയാണ് ശാലിനി. ശാലിനിയെ കണ്ട് ശ്യാമ പറയുകയാണ്, ദേ കുഞ്ഞേച്ചി വരുന്നു. രാജീവിനെ കണ്ട് ശാലിനി ചോദിക്കുകയാണ്, ഇയാളെന്താ ഇവിടെ വന്നിരിക്കുന്നത്? കുടുംബശ്രീ ഹോട്ടലിലെ ഊണുമേശ ഇങ്ങോട്ട് മാറ്റിയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ശാരദാമ്മ പറയുകയാണ്, അല്ല മോളെ, രാജീവ് സാറ് വന്നത് ഒരു കാര്യം സംസാരിക്കാനാണ്. സാറിന് ശാരികയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. ശാരികയെ ഒന്ന് നോക്കിയിട്ട് ശാലിനി ചോദിക്കുകയാണ്, ഓഹോ അത് ശരി, കടയിലെ ആഹാരത്തിന് രുചി കുറഞ്ഞായിരിക്കും. ഇനിയിപ്പോൾ വീട്ടിലെ അടുക്കളയിൽ നിന്നും നേരിട്ട് വെച്ച് വിളമ്പിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വട്ടം കൂടിയിരുന്നങ്ങ് തീരുമാനിക്കാം. മോളെന്ന് ശാരദാമ്മ വിളിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, പണ്ടേ എടുത്ത് മടിയിൽ വെച്ചപ്പോഴേ ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതാണ്. സ്വന്തം കുടുംബത്തിലെ അംഗമാണെന്നും എല്ലാ നേരവും ഒരാൾക്കുള്ള ആഹാരം കരുതി വെക്കണമെന്നും ഒക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇനി ശരിക്കും അങ്ങനെ തന്നെ നോക്കിക്കോ. ശാലിനിക്ക് ഈ കച്ചവടത്തിലും വെച്ചു വിളമ്പലിലും ഒരു താല്പര്യവും ഇല്ല. ഇപ്പോഴേ പറഞ്ഞേക്കാമെന്ന് രാജീവിനെ നോക്കി പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് ശാലിനി. ശാരദാമ്മ രാജീവിനോട് പറയുകയാണ്, സാർ ഇപ്പോൾ തൽക്കാലം പൊയ്ക്കോ, കാര്യം പറഞ്ഞല്ലോ. ഞങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്തു. ഒരൽപ്പം ആലോചിച്ചിട്ടേ എനിക്കെന്തെങ്കിലും മറുപടി പറയാൻ പറ്റൂ. അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് ശാരദാമ്മയും ശ്യാമയും. ശാരികയും പോകാൻ തുടങ്ങുമ്പോൾ ശാരികയെന്ന് വിളിക്കുകയാണ് രാജീവ്. ശരിക്കും അറിയേണ്ടത് ശാരികയുടെ മറുപടിയാണ്. ഒറ്റയ്ക്കൊരു പെൺകുട്ടിയുടെ പിറകെ ഇഷ്ടം പറഞ്ഞ് നടക്കുന്നത് ഒരന്തസ്സുകേടായതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്ന് ആലോചിച്ചത്. നിങ്ങളുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അതിപ്പോൾ മറ്റേതൊരു വീട്ടിലും ഉള്ളതുപോലെ ഞാൻ കണക്കാക്കുന്നുള്ളൂ. അതുകൊണ്ട് ശാരിക എന്ന് ലോഡ്ജിൽ വന്നപ്പോൾ പറഞ്ഞതുപോലെ എന്റെ പുസ്തകങ്ങളൊക്കെ അടുക്കി വെക്കാനും അലങ്കോലമായി കിടക്കുന്ന ജീവിതമൊക്കെ നേരെയാക്കാനും എനിക്കൊരു കൂട്ടുകാരി വേണം. അത് ഇയാളാണെന്ന് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞതാണ്. എന്റെ അമ്മയും പെങ്ങളും സാധാരണ എന്റെ ഇഷ്ടങ്ങൾക്ക് എതിര് പറയാറില്ല. ഇയാളുടെ വീട്ടുകാരുടെ സ്റ്റാൻഡ് എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷെ ഒന്നുറപ്പിച്ചോ, വീട്ടുകാരെതിർത്താലും എന്റെ പെണ്ണിനെ ഞാനിവിടെ നിന്ന് കൊണ്ടുപോകും. അതിനാവശ്യം തന്റെ ഒരാളുടെ അനുവാദം മാത്രമാണ്. അത് കേട്ട് ശാരിക പറയുകയാണ്, അല്ല സാർ ഇപ്പോൾ ഓവർ സ്മാർട്ട് ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെ വന്ന് ഈ മാന്യത കാണിക്കും മുൻപ് സാർ ഒരു കാര്യം തീർച്ചപ്പെടുത്തണമായിരുന്നു. സാറിനെ കല്യാണം കഴിക്കാൻ എനിക്കിഷ്ടമുണ്ടോ എന്നുള്ളത്. അത് കേട്ട് രാജീവ് ചോദിക്കുകയാണ്, അല്ല പക്ഷെ ഞാൻ വിചാരിച്ചത്. സാർ ഒന്ന് വിചാരിച്ചു, പക്ഷേ ചോദിച്ചില്ല. ചോദിച്ചോ, സാറൊന്ന് ആലോചിച്ചു നോക്ക്. അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് ശാരിക. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ റൂമിൽ പ്രീതി മൊബൈലിൽ അർജുന്റെ ഫോട്ടോകൾ തന്നെ നോക്കിയിരിക്കുകയാണ്. ഫോട്ടോ നോക്കി പ്രീതി പറയുകയാണ്, അതെ ഇനി കാത്തിരിപ്പില്ല കേട്ടോ. അമ്മ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരികയാണ്. നമുക്ക് പക്ഷേ നമ്മൾ രണ്ടുപേരുടെയും വീട്ടിൽ താമസിക്കേണ്ട. ഒരു വീട് പുതിയതെടുക്കണം. കൊച്ചു വീട് മതി. ഒരൽപ്പം മുറ്റമുണ്ടായിരിക്കണമെന്ന് മാത്രം. എന്നാലേ അർജുനേട്ടൻ കോടതിയിൽ പോകുമ്പോൾ എനിക്കൊരു പൂന്തോട്ടം ഉണ്ടാക്കാൻ പറ്റൂ. പൂന്തോട്ടം മാത്രമല്ല, ഒരു അടുക്കളത്തോട്ടവും ഉണ്ട് എന്റെ മനസ്സിൽ. അന്നേരം മുകളിലേക്ക് കയറി വന്ന ജയ പറയുകയാണ്, പ്രീതി മോളെ, സത്യാമ്മയും വിഷ്ണുവും വന്നോ? ഇത് കേട്ട് സന്തോഷത്തോടു കൂടി കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് വന്നോ എന്റെ ഈശ്വരാന്നും പറഞ്ഞ് താഴേക്ക് ഓടുകയാണ് പ്രീതി. പക്ഷെ താഴെ വിഷമിച്ചു തന്നെ നിൽക്കുകയാണ് വിഷ്ണുവും സത്യഭാമയും രാഘവൻ നായരും രമണൻ പിള്ളയും ഒക്കെ. പ്രീതി ഓടി താഴേക്ക് വരുന്നത് കണ്ട് സത്യഭാമ ചോദിക്കുകയാണ്, എന്താടി ഓടിപ്പാഞ്ഞുള്ള ഈ വരവ്? ഭർത്താവിന്റെ വിശേഷങ്ങൾ അറിയാനായിരിക്കും അല്ലേ? എന്നാൽ കേട്ടോ, ഇന്നീ നിമിഷം മുതൽ അവൻ നിന്റെ ഭർത്താവല്ല, അവൻ നിന്റെ ശത്രുവാണ്, ആ ജന്മ ശത്രു. നീയും അർജുനും ഒന്നിക്കാൻ ഞാനാണ് തടസ്സമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. പലപ്പോഴും കുത്തുവാക്കുകൾ കൊണ്ട് നീ അത് സൂചിപ്പിച്ചിട്ടും ഉണ്ട്. എന്നാൽ പിന്നെ നിന്നെയും അർജുനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് അവിടേക്ക് പോയത്.
പോയപ്പോൾ എനിക്കത് ബോധ്യപ്പെടുകയും ചെയ്തു. ഭാര്യയോടൊപ്പം സുഖമായും സന്തോഷമായും ജീവിക്കാൻ തന്നെയാണ് അവനും തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഭാര്യ നീ അല്ലെന്ന് മാത്രം. ഇനിയും ഞാൻ പറയുന്നത് വിശ്വാസമായില്ലെങ്കിൽ നീ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നിന്റെ ഏട്ടനോട് തന്നെ ചോദിച്ചു നോക്ക്. അവൻ പറയും എന്താ അവിടെ നടന്നതെന്ന്. പ്രിയയുടെ വിഷമിച്ചുള്ള മുഖഭാവം കണ്ട് ഫാമയെന്ന് വിളിക്കുകയാണ് രാഘവൻ നായർ. അതേ രാഘവേട്ട, മറ്റൊരു പെൺവീട്ടുകാരുമായുള്ള കല്യാണാലോചനയുടെ ഇടയിലേക്കാണ് ഞാൻ ചെന്ന് കയറിയത്. കണ്ടിട്ടേ എന്റെ നെഞ്ചു തകർന്നു. ഈ പൊട്ടി പെണ്ണവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ചു കാത്തിരിക്കുമ്പോൾ അവനവിടെ പുതിയ കല്യാണാലോചന ആലോചിക്കുകയാണെന്ന്. അതെങ്ങനെയാ ഫാമെ, ഈ ബന്ധം പിരിയാതെ അയാൾക്ക് വേറെ കല്യാണം കഴിക്കാൻ പറ്റുമോ? വക്കീലായതുകൊണ്ട് എളുപ്പത്തിൽ ഡിവോഴ്സ് കിട്ടാനുള്ള വഴിയൊക്കെ അവനറിയാമെന്ന് ആദ്യം പറഞ്ഞു കേട്ടപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ നേരിട്ട് കണ്ടു. ഒന്നാന്തരം ഒരു കുറുക്കനാണ് അവൻ. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അതെ, അർജുനേട്ടനെ കൂടാതെ ഒരു ജീവിതമില്ലെന്നല്ലേ നീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രീതിയെ കൂടാതെ അവനൊരു ജീവിതം ഉണ്ട്. പുതുമോടി കല്യാണം. ഇനി നിനക്ക് തീരുമാനിക്കാം നിന്റെ ജീവിതം അവസാനിപ്പിക്കണോ തുടരണമോ എന്നുള്ളത്. സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി പോവുകയാണ് പ്രീതി. രാഘവൻ നായർ ചോദിക്കുകയാണ്, ഫാമെ, അത്രയ്ക്കങ്ങ് മുഖത്തടിച്ച പോലെ പറയണ്ടായിരുന്നു. പഴയതുപോലെ അവൾ എന്തെങ്കിലും അവിവേകം. കരഞ്ഞുകൊണ്ട് സത്യഭാമ പറയുകയാണ്, അവൾ അറിയണം രാഘവേട്ട. ഇപ്പോൾ ഇവളിത് അറിയാതെ പിന്നീട് അറിയുന്നത് അവന്റെ കല്യാണ വാർത്തയാണെങ്കിൽ അത് താങ്ങാൻ പറ്റുമോ അവൾക്ക്? എന്റെ കുഞ്ഞങ്ങ് മെന്റലായി പോകും. അതാ എന്റെ സങ്കടം. വസുമതി അവനെ ഏതെങ്കിലും കെണിയിൽപ്പെടുത്തിയതാണെങ്കിലോ ഫാമേ? ഒരു വിഷപ്പാമ്പാണ് ആ സ്ത്രീ. എന്ത് കെണി? അവനറിയാതെ അവന്റെ കല്യാണാലോചന നടക്കുമോ? അങ്ങനെയാണെങ്കിൽ കല്യാണവും ആദ്യരാത്രിയുമൊക്കെ അവൻ അറിയാതെ തന്നെ നടക്കണമല്ലോ. ഏതായാലും ഇനി അവൻ നാളെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വന്നാലും പ്രീതിയെ ഞാൻ അവന് കൊടുക്കില്ല. സത്യഭാമയുടെ മകൾക്ക് തുണയാകേണ്ടത് ഒരു പുരുഷനാണ്, അല്ലാതെ ആണും പെണ്ണും കെട്ട ഒരു ജന്മമല്ല. വൃത്തികെട്ട ജന്തു. അത്രയും പറഞ്ഞ് ഭാമ അകത്തേക്ക് പോകുമ്പോൾ മുകളിലേക്ക് നോക്കിയിട്ട് പ്രീതിയെ ഒന്നുകൂടി നോക്കിയിട്ട് മുകളിലേക്ക് പോവുകയാണ് വിഷ്ണു. വിഷ്ണു മുറിയിൽ ചെല്ലുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രീതിയാണ് കാണുന്നത്. എടി, അമ്മ പറഞ്ഞത് സത്യം തന്നെയാണ്. അർജുന്റെ കല്യാണാലോചന നടക്കുകയായിരുന്നു അവിടെ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ നമ്മൾ കാണുന്നതൊന്നും സത്യമാകണമെന്നില്ലല്ലോ. എന്തോ ചതി നടന്നിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം. ചതിക്കപ്പെട്ടത് ഞാനാണ് വിഷ്ണുവേട്ട, നിങ്ങളാരും അല്ല. ഞാൻ തന്നെ എന്നെ ചതിക്കുകയായിരുന്നു, ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ കണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.